ഹായ് ഹലോ വെൽക്കം ടു PSC ട്രിക്സ് വിത്ത് അമ്മു. അപ്പോൾ എൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഞാൻ കുറച്ച് തിരക്കിലായിപ്പോയി, അതുകൊണ്ടാണ് ക്ലാസ്സൊക്കെ അപ്ലോഡ് ചെയ്യാൻ വൈകിയത്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്, സ്പെഷ്യൽ ടോപ്പിക്കിലെ വിവരാവകാശം എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കുമായിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമ്മളിവിടെ അറിഞ്ഞിരിക്കേണ്ടതാണ് മസ്ദൂർ കിസാൻ ശക്തി സംഘാതൻ എന്ന് പറഞ്ഞിട്ടുള്ള അരുണാറായി സ്ഥാപിച്ചിട്ടുള്ള മസ്ദൂർ കിസാൻ ശക്തി സംഘാതൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഘടന. എന്താണത്? ഈ വിവരാവകാശ നിയമം പാസ്സാക്കാൻ കാരണമായിട്ടുള്ള പ്രസ്ഥാനമാണ് ഈ മസ്ദൂർ കിസാൻ ശക്തി സംഘാതൻ എന്ന് പറയുന്നത് കേട്ടോ. ഇത് സ്ഥാപിക്കാൻ നേതൃത്വം നൽകിയത് ആരാണ്? അരുണാറോയിയാണ് കേട്ടോ. വിവരാവകാശ നിയമം പാസ്സാക്കാൻ കാരണമായ പ്രസ്ഥാനം ഏതാണ്? മസ്ദൂർ കിസാൻ ശക്തി സംഘാതൻ. വിവരാവകാശ നിയമം പാസ്സാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ്. 1997 അവിടെ വിവരാവകാശ നിയമം പാസ്സാക്കുന്നത് കേട്ടോ. എല്ലാവർക്കും അറിയാമല്ലേ, തമിഴ്നാട് നമ്മൾ ആദ്യം പഠിക്കുന്ന കാര്യമാണ്. നമ്മൾ ഇപ്പോൾ ഈ ഒരു തസ്തികയ്ക്ക് വേണ്ടി അല്ലാതെ തന്നെ നമ്മൾ പഠിക്കുന്ന കാര്യമാണ് അത് അല്ലേ. അപ്പോൾ എന്തിനു വേണ്ടിയിട്ട് പാസ്സാക്കപ്പെട്ട നിയമമാണ് വിവരാവകാശ നിയമം എന്ന് പറയുന്നത്? അഴിമതി നിയന്ത്രിക്കുന്നതിനും ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്വബോധം ഉണ്ടാക്കുന്നതിനും ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിനുമായി പാസ്സാക്കപ്പെട്ട നിയമമാണ് വിവരാവകാശ നിയമം എന്ന് പറയുന്നത് കേട്ടോ. എന്തിനു വേണ്ടിയിട്ടാണ്? ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? അഴിമതി നിയന്ത്രിക്കുക, പിന്നീട് എന്താണ്? ഉദ്യോഗസ്ഥർക്കിടയിൽ എന്താണ്? ഉത്തരവാദിത്വബോധം കൊണ്ടുവരിക, പിന്നെ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ എന്താണ്? സുതാര്യമായിട്ട് നടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയാണ് വിവരാവകാശ നിയമം എന്താണ് അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കണേ. ഇനി ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്നത് എന്താണ്? വിവരാവകാശ നിയമത്തെയാണ് ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്ന് അറിയപ്പെടുന്നത് അല്ലേ. ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് വിവരാവകാശ നിയമം. ഈ വിവരാവകാശ നിയമം നിലവിൽ വന്ന ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. 2005 ഒക്ടോബർ 12 വിവരാവകാശ നിയമം നിലവിൽ വരുന്നത്. എന്നാണ്? 2005 ഒക്ടോബർ 12 വിവരാവകാശ നിയമം നിലവിൽ വരുന്നത്. 2005 ഒക്ടോബർ 12. ഈ വിവരാവകാശ നിയമത്തിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി ആരാണ്? APJ അബ്ദുൽ കലാം ആണ് കേട്ടോ. വിവരാവകാശ നിയമത്തിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി ആരായിരുന്നു? APJ അബ്ദുൽ കലാം ആയിരുന്നു. ആ സമയത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? മൻമോഹൻ സിംഗ് ആയിരുന്നു കേട്ടോ. മൻമോഹൻ സിംഗ് ആയിരുന്നു ആ സമയത്തെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ വിവരാവകാശ നിയമത്തിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി ആരാണ്? APJ അബ്ദുൽ കലാം ആണ്. ആ സമയത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആയിരുന്നു. ഇനി നോക്കൂ, വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിച്ച ആദ്യത്തെ വ്യക്തി അതാരാണ്? ഷാഹിദ് റാസ ബെർണോയി ആണ് കേട്ടോ. ഷാഹിദ് റാസ ബെർണോയി ആണ് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിച്ച ആദ്യത്തെ വ്യക്തി എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇപ്പോൾ നോക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ 2019 ഈ വിവരാവകാശ ഭേദഗതി ചെയ്തിട്ടുണ്ടായിരുന്നു. വിവരാവകാശ നിയമം ഭേദഗതി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ എന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. അപ്പോൾ ഈ ഭേദഗതി ബില്ല് ലോകസഭയിൽ അവതരിപ്പിച്ചതാരാണ്? ജിതേന്ദ്ര സിംഗ് ആണ് കേട്ടോ. 2019 ജൂലൈ 19 ജിതേന്ദ്ര സിംഗ് ആണ് ഈ വിവരാവകാശ ഭേദഗതി നിയമം ബില്ല് ലോകസഭയിൽ അവതരിപ്പിക്കുന്നത്. ജിതേന്ദ്ര സിംഗ് കേട്ടോ. ഈ ബില്ല് ലോകസഭ പാസ്സാക്കിയത് എന്നാണ്? 2019 ജൂലൈ 22 ലോകസഭ പാസ്സാക്കി. പിന്നീട് 2019 ജൂലൈ 25 രാജ്യസഭ പാസ്സാക്കുകയും ചെയ്തു. പിന്നീട് രാഷ്ട്രപതി ഒപ്പുവെച്ചത് എന്നാണ്? 2019 ഓഗസ്റ്റ് 1 രാഷ്ട്രപതി ഒപ്പുവെച്ചത്. ആരായിരുന്നു? രാംനാഥ് കോവിന്ദാണ് അതിൽ ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് രാഷ്ട്രപതി കേട്ടോ. അപ്പോൾ 2019 ജൂലൈ 19 ഈ ഭേദഗതി ബില്ല് ലോകസഭയിൽ അവതരിപ്പിച്ചു. അത് ലോകസഭ പാസ്സാക്കി. 2019 ജൂലൈ 22 പാസ്സാക്കി. പിന്നീട് അത് രാജ്യസഭ എന്ന് പാസ്സാക്കി? ജൂലൈ 25 പാസ്സാക്കി. രാഷ്ട്രപതി ഓഗസ്റ്റ് 1 ഒപ്പുവെക്കുകയും ചെയ്തു കേട്ടോ. ഈ വർഷങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ലോകസഭ പാസ്സാക്കിയത്, രാജ്യസഭ പാസ്സാക്കിയത്, രാഷ്ട്രപതി ഒപ്പുവെച്ചത്, ഇത് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കേന്ദ്ര സംസ്ഥാനങ്ങളിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഉൾപ്പെടെ എല്ലാ വിവരാവകാശ കമ്മീഷണർമാരുടെയും കാലാവധി ഇമ്പോർട്ടൻ്റ് ആണ്. 3 വർഷം 65 വയസ്സാണ് കേട്ടോ. 2019 ഭേദഗതി പ്രകാരമാണ് 3 വർഷം 65 വയസ്സ് ആണ് കേട്ടോ. ഇത് മുന്നേ 5 വർഷം എന്നായിരുന്നു കേട്ടോ. അപ്പോൾ അത് മാറ്റി 2019 3 വർഷം 65 വയസ്സ് എന്നുള്ള കാലാവധിയിലേക്ക് ചുരുങ്ങി കേട്ടോ. ഇത് ഓർത്ത് വയ്ക്കണേ. 3 വർഷം 65 വയസ്സാണ് വിവരാവകാശ കമ്മീഷണറുടെ കാലാവധി എന്ന് പറയുന്നത് കേട്ടോ. മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരുടെയും കാലാവധി എത്രയാണ്? 3 വർഷം 65 വയസ്സാണ്. കേന്ദ്ര സംസ്ഥാനങ്ങളിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഉൾപ്പെടെ എല്ലാ വിവരാവകാശ കമ്മീഷണർമാരുടെയും കാലാവധി എത്രയാണ്? 3 വർഷം 65 വയസ്സാണ് കേട്ടോ. 2019 അമെൻമെൻറ്റ് പ്രകാരം 3 വർഷം 65 വയസ്സ് എന്നുള്ളതാണ് നമ്മുടെ കേന്ദ്ര സംസ്ഥാനങ്ങളിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഉൾപ്പെടെ എല്ലാ വിവരാവകാശ കമ്മീഷണർമാരുടെയും കാലാവധി എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ അവർ
പുനർനിയമത്തിന് അർഹരല്ല കേട്ടോ. പുനർനിയമത്തിന് അവർ അർഹരല്ല. 3 വർഷം 65 വയസ്സാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇനി നമുക്ക് വിവരാവകാശ നിയമത്തിലെ അധ്യായങ്ങളെക്കുറിച്ചാണ് നോക്കാനുള്ളത് കേട്ടോ. അപ്പോൾ വിവരാവകാശ നിയമത്തിൽ എത്ര അധ്യായങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ 6 അധ്യായങ്ങളാണ് ഉള്ളത്. വിവരാവകാശ നിയമത്തിലെ അധ്യായങ്ങളുടെ എണ്ണം എത്രയാണ്? 6 അധ്യായങ്ങളാണുള്ളത്. അപ്പോൾ നമുക്ക് അതിൽ ഓരോന്നും നോക്കാം. അധ്യായം 1 പറയുന്നത് പ്രാരംഭികമാണ് കേട്ടോ. എന്തിന് തുടക്കമുണ്ടാവില്ല, തുടക്കത്തിലെ കാര്യങ്ങളാണ് അധ്യായം 1 പറയുന്നത് കേട്ടോ. പ്രാരംഭികമാണ്. അധ്യായം 2 എന്താണ് പറയുന്നത്? വിവരത്തിനുള്ള അവകാശവും പൊതു അധികാര സ്ഥാനങ്ങളുടെ കടമകളെയും കുറിച്ചാണ് പറയുന്നത്. അധ്യായം 2 എന്താണ് പറയുന്നത്? വിവരത്തിനുള്ള അവകാശവും പൊതു അധികാര സ്ഥാനങ്ങളുടെ കടമകളെയും കുറിച്ചിട്ടാണ് പറയുന്നത്. ഇനി അധ്യായം 3 കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ കുറിച്ച് പറയുന്നത് കേട്ടോ. അധ്യായം 3 കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത് അധ്യായം 3 ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിലാണ്? അധ്യായം 3. ഇനി അധ്യായം 4 നമ്മുടെ സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ 3 കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ, അധ്യായം 4 സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ. 2 ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അധ്യായം 5 എന്താണെന്ന് നോക്കാം. വിവരാവകാശ കമ്മീഷനുകളുടെ അധികാരങ്ങളും ചുമതലകളും അപ്പീലുകളും പിഴയും ഇത്രയും അടങ്ങുന്നതാണ് അധ്യായം 5 കേട്ടോ. വിവരാവകാശ കമ്മീഷനുകളുടെ അധികാരങ്ങളും ചുമതലകളും അപ്പീലും പിഴകളും എന്നിവ അടങ്ങുന്നതാണ് അധ്യായം 5 എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ അധ്യായം 6 പല വക കാര്യങ്ങളാണ്, നമ്മുടെ വാർഷിക റിപ്പോർട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അധ്യായം 6 അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ വിവരാവകാശ നിയമത്തിലെ അധ്യായങ്ങൾ എന്ന് പറയുന്നത്. 6 എണ്ണമാണ്. ഈ 6 എണ്ണം ഓരോന്ന് നോക്കിയിരിക്കണം കേട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ അധ്യായം 3 അധ്യായം 4 കേട്ടോ. ഇനി നമ്മുടെ വിവരാവകാശ നിയമത്തിലെ പട്ടികകൾ 2 എണ്ണമാണ് കേട്ടോ. വിവരാവകാശ നിയമത്തിലെ പട്ടികകൾ എത്ര എണ്ണമാണ്? 2 പട്ടികകളാണ് ഉള്ളത്. അതിൽ ഒന്നാമത്തെ പട്ടികയിൽ എന്താണ് പറയുന്നത്? കേന്ദ്ര സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെയും കമ്മീഷണർമാരുടെയും സത്യപ്രതിജ്ഞയെക്കുറിച്ചിട്ടാണ് ഒന്നാമത്തെ പട്ടികയിൽ പറയുന്നത്. നമ്മുടെ കേന്ദ്രത്തിലെയും സംസ്ഥാനത്തിലെയും മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെയും കമ്മീഷണർമാരുടെയും സത്യപ്രതിജ്ഞയാണ് പട്ടിക 1 ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കണേ. ഇനി പട്ടിക 2 ഏതൊക്കെ സ്ഥാപനങ്ങൾ വിവരങ്ങൾ നിഷേധിക്കുന്നു എന്നുള്ളതാണ് പട്ടിക 2 ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. ഏതൊക്കെ സ്ഥാപനങ്ങൾ വിവരങ്ങൾ നിഷേധിക്കുന്നു എന്നുള്ളതാണ് പട്ടിക 2 ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിവരാവകാശ നിയമത്തിലെ വകുപ്പുകളുടെ എണ്ണം എത്രയാണ്? 31 വകുപ്പുകളാണ് വിവരാവകാശ നിയമത്തിലുള്ളത് കേട്ടോ. അപ്പോൾ അധ്യായങ്ങൾ 6 പിന്നെ വിവരാവകാശ നിയമത്തിലെ പട്ടികകളുടെ എണ്ണം 2, വകുപ്പുകളുടെ എണ്ണം എത്രയാണ്? 31. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ നിന്ന് ഓർത്ത് വെച്ചേക്കണേ. ഇനി നമുക്ക് കുറച്ച് പ്രധാനപ്പെട്ട വകുപ്പുകൾ നമ്മൾ കാണാണ്ട് പഠിച്ചിരിക്കേണ്ടതുണ്ട്. നമുക്കത് എന്തൊക്കെയാണെന്ന് നോക്കാം. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ നിയമനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സെക്ഷൻ ഏതാണ്? 5 കേട്ടോ. സെക്ഷൻ 5 പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാരുടെ നിയമനം. സെക്ഷൻ 5 പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാരുടെ നിയമനം. വിവരം ലഭിക്കുന്നതിനുള്ള അപേക്ഷ സെക്ഷൻ 6 കേട്ടോ. വിവരം ലഭിക്കുന്നതിനുള്ള അപേക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സെക്ഷൻ ഏതാണ്? സെക്ഷൻ 6 കേട്ടോ. 5 പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാരുടെ നിയമനമാണെങ്കിൽ 6 വിവരം ലഭിക്കുന്നതിനുള്ള അപേക്ഷയാണ്. ഇനി ആ അപേക്ഷ ഇവിടെ തീർപ്പാക്കലാണ് സെക്ഷൻ 7 ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് കേട്ടോ. അപേക്ഷയുടെ തീർപ്പാക്കൽ എവിടെയാണ്? സെക്ഷൻ 7 ഉള്ളത്. വിവരം വെളിപ്പെടുത്തുന്നതിൽ നിന്നുള്ള ഒഴിവാക്കലാണ് സെക്ഷൻ 8 എന്ന് പറയുന്നത്. വിവരം വെളിപ്പെടുത്തുന്നതിൽ നിന്ന് ഉള്ള ഒഴിവാക്കലാണ് സെക്ഷൻ 8 എന്ന് പറയുന്നത്. 3-ാം കക്ഷി വിവരങ്ങളാണ് സെക്ഷൻ 11 ഉള്ളത്. 3-ാം കക്ഷി വിവരങ്ങളാണ് സെക്ഷൻ 11 ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ സെക്ഷൻ 12, സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ സെക്ഷൻ 15. 2 ഇമ്പോർട്ടൻ്റ് ആണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ സെക്ഷൻ 12, സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ സെക്ഷൻ 15. വിവരാവകാശ കമ്മീഷണറുടെ അധികാരങ്ങളും ചുമതലകളും സെക്ഷൻ 18 ഉള്ളത്. ആക്ട് ബാധകമല്ലാത്ത സംഘടനകൾ അത് എവിടെയാണ്? സെക്ഷൻ 24 ഉള്ളത്. ആക്ട് ബാധകമല്ലാത്ത സംഘടനകൾ സെക്ഷൻ 24 ഉള്ളത്. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ പറയാം. നമ്മുടെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ നിയമനം ഏതിലാണ്? സെക്ഷൻ 5 ഉള്ളത്. വിവരം ലഭിക്കുന്നതിനുള്ള അപേക്ഷയാണ് സെക്ഷൻ 6 അപേക്ഷയുടെ തീർപ്പാക്കലാണ് സെക്ഷൻ 7 എന്ന് പറയുന്നത്. ഇനി വിവരം വെളിപ്പെടുത്തുന്നതിൽ നിന്നുള്ള ഒഴിവാക്കലാണ് സെക്ഷൻ 8 എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ PYQ നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്സ് കുറച്ച് ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ ഒരു ഇൻഫർമേഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ വന്ന സമയത്ത് ഞാൻ അതിൽ ഡീറ്റെയിൽ ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ.
എങ്ങനെയാണ് ഈ സെക്ഷൻ 8ഉം സെക്ഷൻ 11ഉം ഒക്കെ ക്വസ്റ്റ്യൻ വന്നതെന്ന് നമ്മളതിൽ കണ്ടതാണ്. അപ്പോൾ ആ ക്ലാസ് കാണാത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കയറി കാണുക കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പ്രധാനപ്പെട്ട വകുപ്പുകൾ എടുത്തിരിക്കുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിൽ ചിലപ്പോൾ ഈ മൂന്നാം കക്ഷി വിവരങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 8 എന്ന് പറഞ്ഞിട്ടാണ് അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് തോന്നുന്നു കേട്ടോ, അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത്രയും വകുപ്പുകൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മൾ പഠിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ ആ ക്ലാസ് കാണാത്തവർ അതിൽ കയറി കാണുക കേട്ടോ. അതിൽ ഞാൻ ഈ വിവരാവകാശ കമ്മീഷനുമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി എന്താണ് മൂന്നാം കക്ഷി എന്നുള്ളതൊക്കെ ഞാൻ ആ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, ഒന്ന് കയറി കണ്ടു നോക്കണേ. അപ്പോൾ മൂന്നാം കക്ഷി വിവരങ്ങൾ ഏതിലാണ്? സെക്ഷൻ 11-ലാണുള്ളത് കേട്ടോ. പിന്നെ 12ഉം 15ഉം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ 12 എന്ന് പറയുന്നത് കേട്ടോ. സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ 15 എന്ന് പറയുന്നത് കേട്ടോ. ഇനി വിവരാവകാശ കമ്മീഷണറുടെ അധികാരങ്ങളും ചുമതലകളും അടങ്ങിയിരിക്കുന്നത് സെക്ഷൻ 18-ലാണെന്ന് ഓർത്തിരിക്കുക. ഇനി ആക്ട് ബാധകമല്ലാത്ത സംഘടനകളുണ്ട്, അത് ഏതിലാണ്? സെക്ഷൻ 24-ലാണെന്ന് ഓർത്തിരിക്കുക. സെക്ഷൻ ബാധകമല്ലാത്ത സംഘടനകൾ ഏതിലാണ്? സെക്ഷൻ 24-ലാണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയും വകുപ്പുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തായാലും നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് തന്നെ പഠിക്കണം കേട്ടോ. മിക്കവാറും ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്, വരട്ടെ എന്ന് വിചാരിക്കണം. നമുക്ക് അങ്ങനെയെങ്കിലും കിട്ടട്ടെ. ഇനി നിരക്കുകൾ, കാരണം വിവരാവകാശ നിയമം നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് കേരള സർക്കാർ കുറച്ച് ഫീസുകൾ ഈടാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ നിരക്കുകളൊക്കെ 2019 ഭേദഗതി പ്രകാരം കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് നോക്കാം. ഒരു A4 സൈസ് പേപ്പറിൽ വിവരം ലഭ്യമാകാൻ പേജ് 1-ന് 3 രൂപയാണ് കേട്ടോ. മുന്നേ ഇത് 2 രൂപ എന്നായിരുന്നു, ഇപ്പോൾ അതെന്താക്കിയിട്ടുണ്ട് 3 രൂപയായിട്ട് ഉയർത്തിയിട്ടുണ്ട്. ഇനി ഇലക്ട്രോണിക് മാധ്യമങ്ങൾ വഴി വിവരം ലഭ്യമാക്കാൻ 75 രൂപയായിരുന്നു, മുന്നേ ഇത് 50 രൂപയായിരുന്നു കേട്ടോ. ഇപ്പോൾ 75 രൂപയാക്കിയിട്ടുണ്ട്. അതിൽ CD ഉൾപ്പെടെയാണ് പറയുന്നത് കേട്ടോ. അപ്പം A4 സൈസിൽ ഒരു വിവരം ലഭ്യമാകാൻ പേജ് 1-ന് 3 രൂപയാണ്. ഇലക്ട്രോണിക് മാധ്യമങ്ങൾ വഴി വിവരം ലഭ്യമാകണമെങ്കിൽ 75 രൂപയാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ, CD ഉൾപ്പെടെ കേട്ടോ. ഇനി സൗജന്യ വിവരാവകാശം. എപ്പോഴൊക്കെയാണ് വിവരങ്ങൾ സൗജന്യമായിട്ട് ഒരു അപേക്ഷകന് കൊടുക്കേണ്ടത് എന്നുള്ളത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ, ലാസ്റ്റ് ക്ലാസ്സിലും കൂടെ ഞാൻ പറഞ്ഞതാണ്. എന്നാലും ഞാൻ ഇവിടെ നിന്ന് പറയാം, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ടാണ്. വിവരാവകാശ നിയമത്തിൻ്റെ സെക്ഷൻ 7(5) പ്രകാരം ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് വിവരം സൗജന്യമായിട്ട് നൽകേണ്ടതാണ്. 30 ദിവസത്തെ പരിധിക്കുള്ളിൽ അതോറിറ്റി അപേക്ഷ വിവരങ്ങൾ നൽകിയിട്ടില്ലെങ്കിൽ അതിനുശേഷം വിവരങ്ങൾ സൗജന്യമായിട്ട് തന്നെ കൊടുക്കണം. മൂന്നാം കക്ഷി വിവരങ്ങളുടെ കാര്യത്തിൽ വിവരാവകാശ അപേക്ഷ സമർപ്പിച്ച് 40 ദിവസത്തിനുള്ളിൽ വിവരങ്ങൾ കൊടുത്തിട്ടില്ലെങ്കിൽ അതിനുശേഷം എന്താണ്? വിവരങ്ങൾ സൗജന്യമായിട്ട് തന്നെ കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയും ഈ 3 കാര്യങ്ങളും ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നോർമലി എന്താണ്? സെക്ഷൻ 7(5) പ്രകാരം ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരാണെങ്കിൽ അവർക്ക് വിവരം സൗജന്യമായിട്ട് കൊടുക്കേണ്ടതാണ്. ഇനി 30 ദിവസത്തെ പരിധിക്കുള്ളിൽ എന്താണ്? അതോറിറ്റി അപേക്ഷാ വിവരങ്ങൾ ആരാണോ അപേക്ഷിച്ചത് അവർക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നീടുള്ള വിവരങ്ങളൊക്കെ അവർക്ക് എന്ത് വേണം? സൗജന്യമായിട്ട് തന്നെ കൊടുക്കണം. പിന്നെ മൂന്നാം കക്ഷി വിവരങ്ങളുടെ കാര്യത്തിലാണെങ്കിലോ വിവരാവകാശ അപേക്ഷ സമർപ്പിച്ചിട്ട് 40 ദിവസത്തിനുള്ളിൽ വിവരങ്ങൾ നൽകിയിട്ടില്ലെങ്കിൽ അതിനുശേഷം എന്താണ്? വിവരങ്ങൾ സൗജന്യമായിട്ട് തന്നെ കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കണേ, പഠിച്ചേക്കണേ. ഇനി എന്തൊക്കെയാണ് വിവരാവകാശ നിയമപ്രകാരം ലഭ്യമാകുന്ന വിവരങ്ങൾ? ഗവൺമെൻറ് ഓഫീസുമായി ബന്ധപ്പെട്ട ഫയലുകൾ, രേഖകൾ, സർക്കുലർ, ഉപദേശങ്ങൾ, കരാറുകൾ, ലോഗ് ബുക്ക് എന്നാണ് കേട്ടോ, ലോഗ് ബുക്ക് എന്നാണ്, സാമ്പിളുകൾ, പ്രമാണങ്ങൾ, മെമ്മോകൾ, ഉത്തരവുകൾ, റിപ്പോർട്ടുകൾ, പത്രക്കുറിപ്പ്, മാതൃകകൾ, ഇലക്ട്രോണിക് രൂപത്തിൽ കൈവശം വച്ചിരിക്കുന്ന വിവരങ്ങൾ, സ്ഥിതിവിവരക്കണക്കുകൾ, ഇമെയിൽ, പൊതു അധികാരികൾക്ക് ലഭ്യമാകുന്ന സ്വകാര്യ സ്ഥാപനത്തെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ വിവരാവകാശ നിയമപ്രകാരം ലഭ്യമാകുന്ന വിവരങ്ങൾ. ഇത് ഞാനിവിടെ ഉൾപ്പെടുത്താൻ കാരണം ഞാനൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ടായിരുന്നു, ലഭ്യമാകുന്ന വിവരങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതെന്ന് ചോദിച്ചിട്ട്. ഇപ്പോഴത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ടൈപ്പാണ് വരുന്നത് കേട്ടോ. ഉൾപ്പെടുന്നത് ഏത്, ഉൾപ്പെടാത്തത് ഏത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്താണ്? ഓർത്തിരിക്കുക കേട്ടോ. നമ്മൾ ജസ്റ്റ് ഒന്ന് വായിച്ചാൽ തന്നെ നമുക്ക് ചിലപ്പോൾ നമ്മുടെ തലയിൽ കയറിയേക്കും. പിന്നെ വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ സെക്ഷൻ 2 ഞാൻ ഇമ്പോർട്ടൻ്റ് ആണ്, സെക്ഷൻ 2 എന്ന് പറയുന്നത്. അത് ഞാൻ പറയാത്തത് നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാനിതിൽ ഉൾപ്പെടുത്താതിരുന്നത്. സെക്ഷൻ 2 നിർവചനങ്ങളെക്കുറിച്ചായിരുന്നു. നമ്മളതിൽ കുറേ നല്ല കൂട്ടുകാർ നല്ല കോഡുകളൊക്കെ അതിലിട്ടിട്ടുണ്ടായിരുന്നു.
2A എന്ന് പറയുന്നത് എന്താണ് സമുചിത സർക്കാരായിരുന്നു. പിന്നെ 2F എന്ന് പറയുന്നത് ആ എഫിനെ ഇൻഫർമേഷനായിട്ട് വിവരം എന്നതിനുള്ള നിർവചനം നൽകിയിരിക്കുന്ന എന്താണ് വകുപ്പായിരുന്നു 2F എന്ന് പറയുന്നത്. പിന്നെ 2H ഉണ്ടായിരുന്നു, അത് ഹെഡ്, മേലധികാരി എന്നുള്ള രീതിയിൽ കേട്ടോ. ഒരു പൊതു അധികാര സ്ഥാനത്തിന് നിർവചനം നൽകിയിരിക്കുന്ന വകുപ്പായിരുന്നു 2H എന്ന് പറയുന്നത്. ഹെഡ് എന്നുള്ള രീതിയിൽ അത് ഓർത്തിരിക്കുക. ഹെഡ് നമ്മുടെ തല, അധികാരം, അങ്ങനെയൊക്കെ ഓർത്തിരിക്കാം. പിന്നെ 2J എന്ന് പറയുന്നത് എന്തായിരുന്നു, നമ്മുടെ വിവരാവകാശം എന്നതിന് നിർവചനം നൽകിയിരിക്കുന്ന വകുപ്പായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്നും ഓർത്തിരിക്കുക കേട്ടോ. കോഡുകളെല്ലാം നല്ല കോഡുകളായിരുന്നേ. ഞാനും ആ കോഡ് തന്നെ കേട്ടോ പഠിച്ചത്. അത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് അത് ഓർത്തിരിക്കാൻ സുഖമായിട്ട് തോന്നിയിട്ട്. പ്രത്യേകിച്ച് ആ ഇൻഫർമേഷൻ, എഫ്, പിന്നെ ഏതായിരുന്നു നമ്മുടെ ഹെഡ്, അത് പൊതു അധികാര സ്ഥാനം, അതെല്ലാം നല്ല കോഡുകളായിരുന്നേ. പിന്നെ ഒരു സെക്ഷൻ 7 ഉണ്ട്. സെക്ഷൻ 7 എന്ന് പറയുന്നത് നമ്മുടെ അപേക്ഷയുടെ തീർപ്പാക്കലാണ്. അതും ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാട്ടോ ഞാൻ ഇതിൽ ഉൾപ്പെടുത്താത്തത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. സെക്ഷൻ 7ഉം സെക്ഷൻ 2ഉം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതായത് നമ്മുടെ ഈ സെക്ഷൻ 7 നമ്മുടെ ഈ അപ്പീലുകളൊക്കെ കൊടുക്കുന്നതുണ്ടല്ലോ. മറ്റേ നമ്മുടെ ഈ അപേക്ഷ കൊടുത്തതിന് ശേഷം നമ്മുടെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണെങ്കിൽ മറുപടി ലഭിക്കേണ്ടത് 30 ദിവസത്തിനുള്ളിലാണ്. അസിസ്റ്റൻറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണെങ്കിൽ എത്ര ദിവസത്തിനുള്ളിൽ കിട്ടണം? 35 ദിവസത്തിനുള്ളിൽ. പിന്നെന്താണ്, ഒരാളുടെ ജീവനെയോ സ്വത്തിനെയോ സ്വാതന്ത്ര്യത്തെയൊക്കെ സംബന്ധിച്ചിട്ടുള്ളതാണെങ്കിൽ 48 മണിക്കൂറിനുള്ളിലാണ് മറുപടി കൊടുക്കേണ്ടത്. അങ്ങനെ മൂന്നാം കക്ഷി ഉണ്ടെങ്കിൽ 40 ദിവസത്തിനുള്ളിൽ. അങ്ങനെ മൂന്നാം കക്ഷിയുടെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അതിൽ പറയാത്തത്. അപ്പോൾ സെക്ഷൻ 7ആണത്. പിന്നെ സെക്ഷൻ 2 കേട്ടോ, അങ്ങനെ പറഞ്ഞു പോകും, നമ്മുടെ ബാക്കി ക്ലാസ് എടുക്കണ്ടേ. അപ്പോൾ സെക്ഷൻ 7 സെക്ഷൻ 2ഉം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിലുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്താത്തത്. ഇനി നോക്കൂ, വിവരാവകാശ നിയമം 2005 സെക്ഷൻ 8(1) പ്രതിപാദിക്കുന്നത് വിവരം വെളിപ്പെടുത്തുന്നതിൽ നിന്നും ഒഴിവാക്കപ്പെട്ടവയാണ്. അപ്പോൾ ചില വിവരങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, എല്ലാവർക്കുമായിട്ട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് പാടില്ല. അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച്, അങ്ങനെ ഒഴിവാക്കപ്പെട്ട വിവരങ്ങളെക്കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ 8(1) കേട്ടോ. പക്ഷേ അതിലൊരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ 1923 ഒഫീഷ്യൽ സീക്രട്സ് ആക്ട് പ്രകാരം ഒഴിവാക്കിയിട്ടുള്ള വിവരങ്ങൾ വലിയൊരു പൊതു താല്പര്യം ഉൾക്കൊള്ളുന്നവയാണെങ്കിൽ വെളിപ്പെടുത്തുന്നതിന് വ്യവസ്ഥ ചെയ്യുന്നൊരു വകുപ്പുണ്ട്. അതാണ് സെക്ഷൻ 8(2) കേട്ടോ. അപ്പോൾ 1923 ഒഫീഷ്യൽ സീക്രട്സ് ആക്ട് പ്രകാരം ഒഴിവാക്കിയിട്ടുള്ള വിവരമാണെങ്കിലും പക്ഷേ അതിന് വലിയൊരു പൊതു താല്പര്യം ഉൾക്കൊള്ളുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് വെളിപ്പെടുത്തുന്നതിന് വ്യവസ്ഥ ചെയ്യുന്നൊരു വകുപ്പാണ് സെക്ഷൻ 8(2) എന്ന് പറയുന്നത് കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കാം കേട്ടോ. ഇനി അഥവാ എങ്ങാനും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അന്താളിച്ച് നിൽക്കാൻ പാടില്ല കേട്ടോ. ഇനി നമുക്ക് എന്തൊക്കെയാണ് ഒഴിവാക്കപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ എന്ന് നോക്കാം കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്, മുന്നേ ചോദിച്ചിട്ടുണ്ട്. ഭാരതത്തിൻ്റെ പരമാധികാരത്തെയും അഖണ്ഡതയെയും രാജ്യത്തിൻ്റെ സുരക്ഷിതത്വത്തെയും ബാധിക്കുന്ന വിവരങ്ങളാണെങ്കിൽ വെളിപ്പെടുത്താൻ വേണ്ടിയിട്ട് പാടില്ല. നമ്മുടെ ഭാരതത്തിൻ്റെ പരമാധികാരത്തെയും അഖണ്ഡതയെയും രാജ്യത്തിൻ്റെ സുരക്ഷിതത്വത്തെയും ബാധിക്കുന്ന വിവരമാണെങ്കിൽ അത് വെളിപ്പെടുത്താനായിട്ട് പാടില്ല. വെളിപ്പെടുത്തുന്ന വിവരം കോടതിയലക്ഷ്യമായി തീരുന്നുവെങ്കിൽ അപ്പോഴും വെളിപ്പെടുത്താൻ വേണ്ടിയിട്ട് പാടില്ല. പാർലമെൻറ്റിൻ്റെയോ സംസ്ഥാന നിയമസഭയുടെയോ വിശേഷ അവകാശത്തിൻ്റെ ഒരു ലംഘനമായി തീർന്നേക്കാവുന്ന വിവരത്തിൻ്റെ വെളിപ്പെടുത്തലുകളും വെളിപ്പെടുത്താൻ വേണ്ടിയിട്ട് പാടില്ല. വിദേശ സർക്കാരിൽ നിന്ന് ലഭിച്ചിട്ടുള്ള രഹസ്യ വിവരം, മന്ത്രിസഭയുടെയും സെക്രട്ടറിമാരുടെയും മറ്റുദ്യോഗസ്ഥന്മാരുടെയും ചർച്ചകളുടെ രേഖകൾ ഉൾപ്പെടെയുള്ള ക്യാബിനറ്റ് രേഖകൾ, അന്വേഷണത്തിൻ്റെയോ കുറ്റവാളികളുടെ അറസ്റ്റിൻ്റെയോ പ്രോസിക്യൂഷൻ്റെ നടപടിക്രമത്തിന് തടസ്സപ്പെടുത്തുമെന്നുള്ള വിവരം. അപ്പോൾ ഇത്രയും വിവരങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ഈ വിവരാവകാശ നിയമം അനുസരിച്ചിട്ടാണെങ്കിൽ കൂടെ 8(1) പ്രകാരം കൊടുക്കാൻ വേണ്ടിയിട്ട് പാടില്ല. അപ്പോൾ അതാണ് പറയുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചു കണ്ടിട്ടുള്ളത് ഈ ഭാരതത്തിൻ്റെ പരമാധികാരത്തെ, പിന്നെ വിദേശ സർക്കാരിൽ നിന്നുള്ള രഹസ്യ വിവരങ്ങൾ, ഇത്രയൊക്കെയാണ് കേട്ടോ. ഇങ്ങനെ മിക്സ്ഡ് ആക്കിയിട്ട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഉൾപ്പെടുന്നത് ഏത്, ഉൾപ്പെടാത്തത് ഏത്, അല്ലെങ്കിൽ ശരിയായിരിക്കുന്നവ ഏത്, തെറ്റായിരിക്കുന്നവ ഏത്, അങ്ങനെയൊക്കെയാണ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ നോക്കാം. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ ഉൾക്കൊള്ളുന്ന മന്ത്രാലയം മിനിസ്റ്ററി ഓഫ് പേഴ്സണൽ ആൻഡ് ട്രെയിനിങ് മന്ത്രാലയമാണ്. അപ്പോൾ കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ ഉൾക്കൊള്ളുന്ന മന്ത്രാലയം ഏതാണ്? മിനിസ്റ്ററി ഓഫ് പേഴ്സണൽ ആൻഡ് ട്രെയിനിങ് മന്ത്രാലയം.
കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിലെ അംഗങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ആരൊക്കെയാണ്? പ്രധാനമന്ത്രി ഉണ്ടായിരിക്കും, ലോക്സഭ പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരിക്കും, പിന്നെ പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി ഉണ്ടായിരിക്കും. ഇവരടങ്ങുന്നൊരു 3 അംഗ സമിതിയാണ് നമ്മളുടെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും എന്ത് ചെയ്യുന്നത്? തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിലെ അംഗങ്ങളായിരിക്കുന്നത് കേട്ടോ. പ്രധാനമന്ത്രി, ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി ഉണ്ടായിരിക്കും. അങ്ങനെ 3 പേരാണ്. ഓർത്തിരിക്കണേ, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി എപ്പോഴും ചോദിക്കുന്നതാണ്, കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യത്തെ വ്യക്തി ആരായിരുന്നു? വജാഹത്ത് ഹബീബുള്ളയാണ്. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വ്യക്തി ആരാണ്? വജാഹത്ത് ഹബീബുള്ള. ഇനി കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വനിതയാണെങ്കിലോ അത് ദീപക് സന്ധു ആണ് കേട്ടോ. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വനിത ചോദിച്ചു കഴിഞ്ഞാൽ ദീപക് സന്ധു ആണ്. രണ്ടാമത്തെ വനിത ചോദിച്ചാലോ അത് സുഷമ സിംഗ് ആണ്. രണ്ടാമത്തെ വനിതയാണെങ്കിൽ അത് എന്താണ്? സുഷമ സിംഗ് ആണ്. അപ്പോൾ ആദ്യത്തെ വ്യക്തി വജാഹത്ത് ഹബീബുള്ള, രണ്ടാമത്തെ വനിത കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വനിത ദീപക് സന്ധു, രണ്ടാമത്തെ വനിത സുഷമ സിംഗ് ആണ് കേട്ടോ. ഇനി നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? രാജ്കുമാർ ഗോയലാണ് കേട്ടോ. അദ്ദേഹം ഡിസംബർ 2025 കേട്ടോ അപ്പോയിൻമെൻ്റ് ആയിരിക്കുന്നത്. അപ്പോൾ അത് ഡിസംബറിലായതുകൊണ്ട് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഇല്ല. ഇനി അഥവാ ഡിസംബറിന് മുന്നേ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ ചോദിക്കാൻ ചാൻസ് ഇല്ല. ഇനി അഥവാ ചോദിച്ചാൽ ഇപ്പോൾ നിലവിൽ രാജ്കുമാർ ഗോയലാണെന്ന് ഓർത്തിരിക്കട്ടെ, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അദ്ദേഹം ഇല്ല എങ്കിൽ ആരായിരിക്കും? ഹീരാലാൽ സമരി ആയിരിക്കും കേട്ടോ. നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ രാജ്കുമാർ ഗോയലാണ്. ഇനി അദ്ദേഹം ഇല്ല എങ്കിൽ ഹീരാലാൽ സമരി ആയിരിക്കും കേട്ടോ ആൻസറായിട്ട് വരിക. ചിലപ്പോൾ ഇനി അങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ ചിലപ്പോൾ ആ ക്വസ്റ്റ്യൻ ഡിലീഷനായിട്ട് പോകാനും സാധ്യതയുണ്ട്. ഇദ്ദേഹം ഡിസംബർ 2025 എന്താണ് പദവിയിൽ കയറിയിരിക്കുന്നത് കേട്ടോ, മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആയിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ഓർത്തിരിക്കണം ഇവിടെ. ഇനി കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും നിയമിക്കുന്നത് ആരാണ്? നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ആര് തന്നെയാണ്? രാഷ്ട്രപതിയാണ് അല്ലേ. മനുഷ്യാവകാശ കമ്മീഷൻ ഇതുമായിട്ട് നമ്മൾ മാറിപ്പോകരുത് കേട്ടോ. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ഇവിടെ പ്രസിഡന്റ് തന്നെയാണ് കേട്ടോ. നമ്മുടെ കേരളത്തിലാണെങ്കിൽ അത് നേരെ തിരിയും, സ്റ്റേറ്റിലാണെങ്കിൽ അത് ഗവർണറായിരിക്കും കേട്ടോ. അത് ഞാനിപ്പോൾ പറയുന്നില്ല, അപ്പോൾ പറയാം. അപ്പോൾ ഈ നിയമിച്ചു കഴിഞ്ഞാൽ സത്യപ്രതിജ്ഞ വേണമല്ലോ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പട്ടിക ഏതായിരുന്നു? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പട്ടിക 2ലാണ്. പട്ടിക 2ലല്ല, പട്ടിക 1ലാണ് എന്തുണ്ടായിരിക്കുന്നത്? നമ്മുടെ കേന്ദ്രത്തിലെയും സംസ്ഥാനത്തിലെയും ഒക്കെ മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരുടെയൊക്കെ സത്യപ്രതിജ്ഞയെക്കുറിച്ച് പറയുന്നത് ഏതായിരുന്നു? പട്ടിക 1 കേട്ടോ. പട്ടിക 1ലാണ് പറയുന്നത്. പട്ടിക 1 മറന്നു പോകരുതേ, ഞാൻ ചെറുതായിട്ടൊന്ന് മറന്നുപോയി. അപ്പോൾ പിന്നെ ഒരു കാര്യം കൂടെ കേട്ടോ, നമ്മളിതിൻ്റെ ആസ്ഥാനം, വിവരാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം എവിടെയാണ്? കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം എവിടെയാണ്? CIC ഭവനാണ് അല്ലേ. CIC ഭവൻ ന്യൂഡൽഹിയാണ്. പണ്ടിത് ആഗസ്റ്റ് ക്രാന്തി ഭവനായിരുന്നു കേട്ടോ. പണ്ട് ന്യൂഡൽഹിയിലുള്ള ആഗസ്റ്റ് ക്രാന്തി ഭവനായിരുന്നു. നിലവിലത് CIC ന്യൂഡൽഹിയാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. CIC ഭവനാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം, CIC ഭവൻ. ഇനി ഇൻഫർമേഷൻ കമ്മീഷണർമാരെ നീക്കം ചെയ്യലിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 14 കേട്ടോ. സെക്ഷൻ 14 ഇൻഫർമേഷൻ കമ്മീഷണർമാരെ നീക്കം ചെയ്യലിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. 14(3) നീക്കം ചെയ്യാനുള്ള കാരണങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് നോക്കാം. 14(3) കാരണങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. അവരെ നീക്കം ചെയ്യാനുള്ളത് എന്താണ്? നിർധനൻ എന്ന് വിധിക്കപ്പെട്ടാൽ രാഷ്ട്രപതിയുടെ അഭിപ്രായത്തിൽ സദാചാര ലംഘനം ഉൾപ്പെടുന്നതായി ഒരു കുറ്റത്തിന് ശിക്ഷിക്കപ്പെടുക, ഔദ്യോഗിക കാലാവധിക്കുള്ളിൽ അയാളുടെ ഔദ്യോഗിക കർത്തവ്യങ്ങൾക്ക് പുറമെ ഏതെങ്കിലും ശമ്പളം ലഭിക്കുന്ന ജോലിയിൽ ഏർപ്പെടുക, രാഷ്ട്രപതിയുടെ അഭിപ്രായത്തിൽ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ബലഹീനത കൊണ്ട് ഉദ്യോഗസ്ഥാനത്ത് തുടരുന്നതിന് അയോഗ്യനാവുക, ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറായോ ഇൻഫർമേഷൻ കമ്മീഷൻ ആയ പ്രവർത്തിക്കുന്നതിന് ഹാനികരമായി ബാധിച്ചേക്കാവുന്ന സമ്പത്ത്, മറ്റു താല്പര്യങ്ങളോ ആർജിക്കുക. ഇത്രയും കാര്യങ്ങളാണ് അവരെ നീക്കാൻ വേണ്ടിയിട്ടുള്ള കാരണങ്ങളായിട്ട് 14(3) കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതൊന്നും കൂടെ നിങ്ങളൊന്ന് പോസ് ചെയ്തിട്ടൊന്ന് വായിച്ചു നോക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. അങ്ങനെ ക്വസ്റ്റ്യൻ ഒന്നും വന്നിട്ടില്ല, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതിയേ. ഇനി നമുക്ക് നമ്മുടെ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ
അതിനെ പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 15 അല്ലേ? സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? വകുപ്പ് 15. ഇനി 2005 ഡിസംബർ 19 രൂപീകൃതമാകുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. 2005 ഡിസംബർ 19. 2005 ഡിസംബർ 19 സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ എന്തായി? രൂപീകൃതമായി. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെയാണ്? മുഖ്യമന്ത്രി ഉണ്ടാവും, സംസ്ഥാന അസംബ്ലിയിലെ പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരിക്കും, പിന്നെ മുഖ്യമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി ഉണ്ടാവും. അപ്പോൾ ഇത്രയും ഈ 3 പേരാണ് നമ്മുടെ സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടുള്ള കമ്മിറ്റിയിലെ അംഗങ്ങളായിട്ട് വരുന്നത്. ഓർത്തിരിക്കണേ. 2005 ഡിസംബർ 19 പിന്നെന്താണ് പ്രതിപാദിക്കുന്ന വകുപ്പ്? 15 കേട്ടോ, വകുപ്പ് 15. ഇനി സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും നിയമിക്കുന്നത് ആരാണ്? ഗവർണറാണ് അല്ലേ? ഇനി സത്യപ്രതിജ്ഞ ചെയ്യുന്നതും ഗവർണർക്ക് മുൻപിലാണ് അല്ലേ? അവരെ നീക്കം ചെയ്യാനുള്ള അധികാരവും ആർക്ക് തന്നെയാണ്? അതും ഗവർണർക്ക് തന്നെയാണ് കേട്ടോ. അവിടെ മുഴുവൻ രാഷ്ട്രപതിക്കാണ്, ഇവിടെ ഗവർണർക്കാണ് കേട്ടോ. പിന്നെ വേറൊരു കാര്യം പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവരെ നീക്കം ചെയ്യാനുള്ള അധികാരം ഗവർണർക്കാണ്. പക്ഷേ സുപ്രീം കോടതിയുടെ ഉത്തരവ് പ്രകാരം അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ ഉപദേശപ്രകാരം മാത്രമേ അവർക്ക് ഇവരെ നീക്കം ചെയ്യാനുള്ള ആയിട്ട് കഴിയുള്ളൂ കേട്ടോ. അതൊന്ന് ഓർത്തിരിക്കണേ. ഇനി കേരളത്തിലെ ആദ്യത്തെ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ആരാണ്? പാലാട്ട് മോഹൻദാസ് ആണ് അല്ലേ? പാലാട്ട് മോഹൻദാസ് ആണ് കേരളത്തിലെ ആദ്യത്തെ ഇൻഫർമേഷൻ കമ്മീഷണർ, മുഖ്യ വിവരാവകാശ കമ്മീഷണർ എന്ന് പറയുന്നത്. പാലാട്ട് മോഹൻദാസ്. നിലവിലുള്ളത് ആരാണ്? വി ഹരിനായർ ആണ് കേട്ടോ. നിലവിലുള്ള വിവരാവകാശ കമ്മീഷണർ ആരാണ്? വി ഹരിനായർ. നിലവിലെ കേരള വിവരാവകാശ കമ്മീഷണർ ആരാണ്? വി ഹരിനായർ. ഇനി ഇവിടെ ഒരു പോയിൻ്റാണ്, ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുകയെ ഒക്കെ ചെയ്താൽ മതി. കാരണം ഇനി ഇങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്കത് തപ്പാൻ പാടില്ല. അതുകൊണ്ടാണ്. കമ്മീഷന് അതിൻ്റെ സ്വമേധയായുള്ള അധികാരം ഉപയോഗിച്ച് ഏത് കാര്യത്തിലും അന്വേഷണത്തിന് ഉത്തരവിടാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതൊന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പോയിൻ്റാണ്. ഇനി അഥവാ ഇതിങ്ങനെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തന്നു കഴിഞ്ഞാൽ ഒരു 4 തന്നിട്ട് ഒന്ന് ഇതാണ് ഈ സ്റ്റേറ്റ്മെൻറ്റാണ് ചോദിച്ചിരുന്നെങ്കിൽ വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏതെന്നൊക്കെയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഇത് അന്വേഷണത്തിന് ഉത്തരവിടാം ഏത് കാര്യത്തിലും സ്വമേധയുള്ള അധികാരം എന്നൊക്കെ കാണുമ്പോൾ നമ്മൾ ചിലപ്പോൾ അത് തെറ്റായിട്ടാണ് നമ്മൾ കരുതുള്ളൂ. പക്ഷേ ഇത് ഒന്ന് ഓർത്തിരിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്? കമ്മീഷന് അതിൻ്റെ സ്വമേധയായുള്ള അധികാരം ഉപയോഗിച്ച് ഏത് കാര്യത്തിലും അന്വേഷണത്തിന് വേണ്ടി ഉത്തരവിടാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞാനിന്ന് ഇത്രയും പോയിൻ്റുകളാണ് കേട്ടോ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പെറുക്കി കൊണ്ടുവന്ന കേട്ടോ. നിങ്ങൾക്ക് വേണ്ടിയെന്ന് മാത്രമല്ല എനിക്ക് വേണ്ടിയിട്ടും. അപ്പോൾ എല്ലാം നല്ല നല്ല പോയിൻ്റുകളാണ്, പഠിച്ചിരിക്കേണ്ട പോയിൻ്റുകൾ തന്നെയാണ്. ഒരുപാട് വാരി വലിച്ചിട്ടിട്ടൊന്നുമില്ല കേട്ടോ. എല്ലാവർക്കും ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സ്പെല്ലിംഗ് മിസ്റ്റേക്കൊക്കെ ഉണ്ടാവും, ഒന്ന് ക്ഷമിച്ചേക്കുക കേട്ടോ. പിന്നെന്താ പറയാനുള്ളത്? ക്ലാസ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. പിന്നെന്താണ്, ആർക്കെങ്കിലൊക്കെ ഊർജ്ജം നഷ്ടപ്പെട്ടവരുണ്ടോ? ഇനിയിപ്പോൾ അധികം ദിവസമില്ല കേട്ടോ നമ്മുടെ മുന്നിൽ. ഡിസംബർ തീരാനാവുകയാണ്. ജനുവരി 24 നമ്മുടെ എക്സാം വരുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക കേട്ടോ. അതിൻ്റെ ഇടയിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ വരും. എന്നാലും ഇപ്പം നമ്മൾ ഒരു ദിവസം നമ്മളിപ്പോൾ കുറച്ചൊന്ന് സമയം പാഴാക്കുക ആയി എന്ന് വിചാരിച്ചോ, നമ്മുടെ സമയം പാഴായി എന്ന് വിചാരിച്ചോ, അത്രയും സമയത്ത് നമ്മൾ എത്ര സമയമാണോ നമ്മുടെ കയ്യിൽ നിന്ന് പോയത് അത്രയും സമയത്ത് കൂടുതൽ എഫേർട്ട് ഇട്ട് പഠിക്കുന്ന ആൾക്കാരുണ്ടാവുമെന്ന് വിചാരിക്കുക കേട്ടോ. അവർക്ക് അവിടെ അത് ജോലിക്ക് എത്താനുള്ള റാങ്ക് ആയിരിക്കും അത്രയും സമയം നമ്മൾ കൊടുക്കണതെന്ന് പറയുന്നത്. അപ്പോൾ അധികം സമയമൊന്നും കളയാണ്ട് പഠിക്കുക കേട്ടോ. കുറേ ആളുകളുണ്ട് ഈ വീഡിയോസൊക്കെ ഇങ്ങനെ സേവ് ചെയ്തിടും, പക്ഷെ ഒന്നും കാണൂല്ല. പിന്നെ പഠിക്കാനാണെങ്കിൽ ബുക്ക് എടുക്കുക വിചാരിക്കും, പക്ഷെ ഒന്നും പഠിക്കില്ല. ചിലപ്പോൾ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് വായിച്ചിട്ട് ചിലപ്പോൾ പെട്ടെന്ന് തന്നെ അടുത്തൊരു ടോപ്പിക്കിലേക്ക് പോവും, ഇത് കവർ ചെയ്യില്ല. ചിലവരാണെങ്കിൽ ഒരു ടോപ്പിക്ക് കാണുമ്പോൾ കുറച്ച് നേരം പഠിച്ചിട്ട് പറയാം അത് പഠിച്ചിട്ടില്ല എന്നാൽ അത് പഠിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവും. ഇങ്ങനെയൊന്നും സമയം കളയരുത്. പഠിക്കണത് എന്തോ അത് നല്ല കൃത്യമായിട്ട് പഠിക്കുക. എല്ലാവരുടെയും ഏകദേശം കവറായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഈ സ്പെഷ്യൽ ടോപ്പിക്ക് മാത്രം ഇരിക്കരുത്. 20 മാർക്കിനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് മാത്രമായിട്ട് ഇരിക്കരുത്. ഇതിങ്ങനെ തപ്പിപ്പിടിച്ച് സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ക്ലാസ് ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ മാറി മാറി ഒരുപാട് കണ്ടിട്ടൊന്നും കാര്യമില്ല കേട്ടോ. ബാക്കിയും കൂടെ നമ്മൾ പഠിക്കണം. ഭരണഘടന 8 മാർക്കിനാണ് വരുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് പഠിക്കണം. അതിന്ന് ലിസ്റ്റുകൾ, പിന്നെ ഭേദഗതികൾ, ഭരണഘടനാ നിയമനിർമ്മാണ സഭ, ഇതൊക്കെ ഒരുപാട്
ക്വസ്റ്റ്യൻസ് അങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്ന പോർഷൻസാണ്. അതൊന്നും കവർ ചെയ്യാണ്ടിരിക്കരുത്. അതൊക്കെ നന്നായിട്ട് പഠിക്കണേ. പിന്നെ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം എന്തായാലും ദിവസം നിങ്ങൾ അരമണിക്കൂറെങ്കിലും അതിന് മാറ്റി വെക്കണേ. ഞാൻ മാത്സ് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ഇംഗ്ലീഷ് PYQ ആണ് ഞാൻ നോക്കുന്നത്. മലയാളം പിന്നെ തൊഴിൽ വാർത്ത പിന്നെ PSC ബുള്ളറ്റിൻ അങ്ങനെയാണ് നോക്കുന്നത്. അതിത്തിരി സുഖമുള്ളൊരു കാര്യമാണ് കേട്ടോ. PSC ബുള്ളറ്റിനാണെങ്കിൽ അതിൻ്റെ ആൻസറിൻ്റെ ഡീറ്റെയിൽസും കൂടി ഉണ്ടാവും. അങ്ങനെ പഠിക്കും. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന കുറച്ച് ടോപ്പിക്കുകളുണ്ടല്ലോ, മറ്റേ പാസീവ്, ആക്റ്റീവും പാസീവും, പിന്നെ ഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റാൻ അതൊക്കെ തറാക്കി വെക്കുക തന്നെ ചെയ്യുക കേട്ടോ. പിന്നെ ഫ്രേസൽ വേർബ്സ് ഉണ്ട്, അത് നോക്കുക. പ്രിപ്പോസിഷൻസ് ഇപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാം പ്രിപ്പോസിഷൻസ്, അപ്പോൾ അത് വിട്ട് കളയരുത്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെന്താണ് ഫോറിൻ വേർഡ്സ്, അതൊക്കെ ഇങ്ങനെ റിപ്പീറ്റായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ കൂടുതലായിട്ട് നന്നായിട്ട് തറായിട്ട് പഠിക്കുക. അതൊക്കെ തന്നെ റിപ്പീറ്റായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന വേർഡ്സ് തന്നെ ചോദിച്ചിട്ടുള്ളൂ കേട്ടോ. ഒരുപാട് തപ്പി ഉണ്ടാക്കിയിട്ടൊന്നും അങ്ങനെ ചോദിച്ചിട്ടില്ല. പിന്നെ SCRTന്ന് 1-2 വാക്കുകളൊക്കെ ചിലപ്പോൾ ചോദിക്കുന്നുണ്ട്. അത് പിന്നെ പോട്ടേന്ന് വയ്ക്കാം, നമുക്ക് അറിയുന്നില്ലല്ലോ, അതിന് പോട്ടേന്ന് വയ്ക്കാം. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങൾ റിപ്പീറ്റായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊന്നും നമ്മൾ വിടരുത്. അത് നമ്മൾ എന്തായാലും തറായിട്ട് പഠിച്ചിരിക്കണം. കാരണം അത് നമുക്ക് മാർക്ക് എന്തായാലും സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ മലയാളത്തിൽ മറ്റേ പിരിച്ചെഴുത്ത്, പിന്നെ അർത്ഥങ്ങൾ, വിപരീതം, ശൈലികൾ ചോദിച്ചു കണ്ടിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ തദ്ധിതം അതൊക്കെയാണ് ഇപ്പോൾ ചോദിച്ച് കാണുന്നത് കേട്ടോ. വാക്യത്തിലുള്ളത് തദ്ധിതം എന്ന് പറയുന്നത് എന്ത്, അങ്ങനെയൊക്കെ കുറേ ക്വസ്റ്റ്യൻസാണ് ഇപ്പോൾ ചോദിച്ച് കാണുന്നത്. അതൊക്കെ നമുക്ക് നോക്കാം. ഞാൻ മലയാളത്തിൻ്റെ 2-3 ക്ലാസ് ഇടാൻ പറ്റുമെന്ന് നോക്കട്ടെ കേട്ടോ. ഈ തദ്ധിതം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇത് നമ്മുടെ PSC ബുള്ളറ്റിനും നല്ല ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ടത്. ഞാൻ എടുത്തിടാൻ പറ്റുമോ നോക്കട്ടെ. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ടെലിഗ്രാം ഗ്രൂപ്പിൽ അതിൻ്റെ ഫോട്ടോ ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. അങ്ങനെ വായിച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നവർ അങ്ങനെ വായിച്ച് മനസ്സിലാക്കുക. പിന്നെ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പം നന്നായിട്ട് പഠിക്കുക കേട്ടോ. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇനി അധികം സമയമില്ല എന്ന് പറയുമ്പോൾ ടെൻഷൻ അടിച്ചിട്ട് കേൾക്കരുത്. അധികം സമയമില്ല എന്നുള്ളത് ഒരു മോട്ടിവേഷനായിട്ട് കേൾക്കുക കേട്ടോ. ഇനി കുറച്ചും കൂടെ ഒന്ന് സ്ട്രോങ് ആയിട്ട് പഠിക്കാനുള്ള ആ ഒരു മോട്ടിവേഷനായിട്ട് എടുക്കുക എല്ലാവരും. ആരെയും പേടിപ്പിക്കാൻ പറയണതല്ല കേട്ടോ. ഇനിയിപ്പോൾ നാളെ കമൻറ്റ് ഇടുമോ, പെട്ടെന്ന് അധിക സമയമില്ല പറയുമ്പോൾ ടെൻഷനാവണമെന്ന് ടെൻഷനൊന്നും വേണ്ട. നന്നായിട്ട് പഠിക്കുക, അപ്പം നന്നായിട്ട് എഴുതാൻ പറ്റും, അത്രയേ ഉള്ളൂ. അതിൽ ടെൻഷനൊന്നും വേണ്ട. പിന്നെ ഒന്നുമില്ല. അപ്പം ഇനി വേറൊരു വീഡിയോയിൽ കാണാം കേട്ടോ. താങ്ക് യു.